ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിതാ മലയാറ്റൂർ പോവുകയാണ് മല കയറാനായിട്ട്. അപ്പോൾ ഞാനും ചില 3 ഫ്രണ്ട്സും കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ബൈക്കിനാണ് പോകുന്നത്. അപ്പോൾ വ്യാഴാഴ്ച രാത്രിയാണ് പോകുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും, അപ്പോൾ അതുകൊണ്ടാണ് ബൈക്കിന് പോകുന്നത്. അപ്പോൾ ചില 3 ഫ്രണ്ട്സും ഉണ്ട്, അവരാണ് ഇതാ ഫ്രണ്ടിൽ പോകുന്നത്. അപ്പോൾ ഞങ്ങളൊരു 9:30 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ എല്ലാവരും കൂടി മീറ്റ് ചെയ്തിട്ട് ഒരു 9:45 ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങളിതേ അടിവാരം പള്ളിയുടെ അവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇത് 1 വേ ആയിട്ടാണ് ഇപ്പോൾ പോലീസുകാർ വിടുന്നത്. കാരണം ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതിന് തിരിച്ചു വരുന്നവരും ഒരു റൂട്ടിൽ വന്നതിന് നല്ല ബ്ലോക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് പോകുന്ന വഴിക്ക് തന്നെ ഇവിടെ അടിവാരം പള്ളിയിൽ കയറി നേർച്ചയ്ക്ക് ഇട്ടിട്ടാണ് ഞങ്ങൾ മലയുടെ അങ്ങോട്ട് പോയത്. ഇതാണ് അടിവാരത്തുള്ള പുതിയ പള്ളി. ഇതാണ് അതിൻ്റെ അകത്തു നിന്നുള്ള വ്യൂ. അപ്പോൾ ഞങ്ങൾ പഴയ പള്ളിയിലും കയറിയായിരുന്നു, പുതിയ പള്ളിയിലും കയറി. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ മലയുടെ അങ്ങോട്ട് പോയത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ. അപ്പോൾ ഞങ്ങൾ മലയുടെ താഴെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കയറാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു സ്ഥലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതെല്ലാവർക്കും അറിയാമായിരിക്കും. അങ്ങനെ ഞങ്ങൾ കയറിയതാ. ഇതിപ്പോൾ ഞാനിങ്ങനെ ഓരോരോ സ്ഥലത്തിൻ്റെ മാത്രമേ ഷോട്ട് എടുക്കുന്നുള്ളൂ. നമുക്ക് കയറുമ്പോൾ കണ്ടിന്യൂസ് ഷോട്ട് എടുക്കാൻ പറ്റില്ല, കാരണം കയറാൻ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട്. ഞാനാണെങ്കിൽ കോവിഡിന് മുന്നേ ആണ് മലയിൽ പോയിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷം ആദ്യമായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായി കയറുന്ന സമയത്ത്. പിന്നെ നമ്മുടെ ക്ലൈമറ്റൊക്കെ ഇപ്പോൾ അങ്ങനെയാണല്ലോ, നല്ല ചൂടും ആകെ വേർത്ത്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്കാണെങ്കിലും ഇരുന്ന് റെസ്റ്റ് ചെയ്തൊക്കെ പോകാൻ പറ്റും. പിന്നെ ആണെങ്കിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്ന് പതുക്കെയാണ് നമ്മൾ കയറിയത്. അപ്പോൾ ഇപ്പോൾ 6ാമത്തെ സ്ഥലം എത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ പതുക്കെയാണ് ഞങ്ങൾ കയറുന്നത്. ഞങ്ങളങ്ങനെ കയറി ലാസ്റ്റത്തെ സ്ഥലത്ത്, അതായത് 14ാമത്തെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് മാർത്തോമ മണ്ഡപം, പിന്നെ ആനകുത്തി പള്ളി, അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതായത് കുരിശുകളാണ്. അതായത് ഓരോ ആൾക്കാർ നേർച്ച നേർന്നിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്ന കുരിശുകൾ ഇങ്ങനെ മേളിലെത്തുമ്പോഴത്തേക്കും അവിടെ വയ്ക്കും. ഓരോ പള്ളികളിൽ നിന്നും അല്ലാതെ ഇങ്ങനെ ഓരോ സംഘടനകളിൽ നിന്നൊക്കെയുള്ള കുരിശുകളാണ്. അപ്പോൾ അതൊക്കെയാണ് ഇത് കാണുന്നത്. അപ്പോൾ അതേ ഞങ്ങളിതാ വേർത്ത് കുളിച്ച് ഇവിടെ എത്തിയപ്പോഴത്തേക്കും പിന്നെ അവിടെ തിരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ചേനം കൂടി തിരി കത്തിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം കത്തിച്ചു, അത് കഴിഞ്ഞപ്പോൾ ചേനം കത്തിക്കുന്നുണ്ട് തിരി. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ മാർത്തോമ മണ്ഡപത്തിന് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ആൾക്കാരാണെങ്കിൽ ഇത് രൂപം വെത്താനാണെങ്കിലും ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാണ് ആനകുത്തിയ പള്ളി. അപ്പോൾ അതവരതൊരു കാഴ്ചക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഇതാക്കി ഇട്ടിട്ടുണ്ട് അവിടെ. പിന്നെ ഇതാണ് പൊന്നിൻ കുരിശ്. അപ്പോൾ കുരിശൊക്കെ മുത്തി നേർച്ചയ്ക്ക് ഇട്ടിട്ട് ഞങ്ങളങ്ങനെ പോകുമ്പോൾ ഇതാണ് നമ്മുടെ തോമസ്ലിയുടെ കാൽപാദം. അപ്പോൾ അതത്ര ക്ലിയർ ആയിട്ടില്ല, കാരണം അതൊരു സ്ലോപ്പ് ഏരിയയാണ്. അപ്പോൾ കാല് സ്ലിപ്പ് ആകുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ആളുകൾ അവിടെ അധികം നിർത്തുന്നില്ല, പെട്ടെന്ന് വിടുകയാണ്.
അപ്പോൾ ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഇതൊക്കെ, ഓരോരുത്തർ കുരിശൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് കയറുമ്പോൾ തന്നെ എന്താണ് അതിൻ്റെ ബുദ്ധിമുട്ടെന്നറിയാം. അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകുന്നവർക്ക് അത് അവർ നേർച്ചയായിട്ട് കൊണ്ടുപോകുന്നതാണ്, എന്നാലും അതിൻ്റെതായ നല്ല ബുദ്ധിമുട്ടുണ്ട്, കാരണം സ്ലോപ്പ് ഏരിയ ആയതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിത് ആ മല ഇറങ്ങി താഴത്തേക്ക് അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പോൾ ഞങ്ങളൊരു 3:30 ആയപ്പോഴത്തേക്കും തിരിച്ചിറങ്ങിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.